എവിടോട്ടൊക്കെ ഈ വലിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നത്? നിങ്ങൾ ഈ ഭാഗം കൊണ്ടല്ലേ നിങ്ങൾക്ക് ചോറുണ്ടെന്ന്. എങ്ങനെ നിങ്ങൾ ഇതുകൊണ്ട് ഈ ഭാഗം കൊണ്ട് ചോറുണ്ടും? കച്ചറ സ്വഭാവോട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ രേണുസുതി അക്ബർ ഖാനും തമ്മിൽ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണെങ്കിൽ അക്ബർ ഖാൻ രേണുസുതിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചല്ലോ, അതിനെ തുടർന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ലൈവിനകത്തുള്ള കുറച്ച് അപ്ഡേറ്റ് കൂടിയാണ് പറയുന്നത്. രാവിലെ തന്നെ ആണെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ശൈത്യേനെ ഇവരെ അപ്പാണി ശരത്ത് ഇവരെല്ലാരും കൂടെ എടുത്തിട്ട് കട്ടിലിൽ ആ ഒരു റെഡ് സോണിൽ കൊണ്ട് ഇടുന്നതായിട്ട് അപ്പൊ ഇങ്ങനെ മുൾമുനയിൽ ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മറ്റേ മാത്തന്റെ അടുത്ത് സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്നത് പോലെ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് നമ്മളെ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വലിയ മുതലാളി. അപ്പം അങ്ങനെ ശൈത്യാണെങ്കിൽ അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണെങ്കിൽ ഉണരുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെ അങ്ങനെ തീരുകയാണ്. അതിനുശേഷം അനുമോളും അക്ബർ ഖാനും തമ്മിലാണെങ്കിൽ ചെറിയൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാനവാസും അനുമോളും കൂടെ ആണെങ്കിൽ ഈ അനിയത്തി ചേട്ടൻ അല്ലെങ്കിൽ സഹോദരിയ ബന്ധം ആ ഒരു സ്കീം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. അതല്ലാതെ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കണം അത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അക്ബർ ഖാൻ നിന്ന് ചൊറിയുന്നുണ്ട്. പിന്നെ അനുമോളുടെ കാര്യം അറിയാമല്ലോ, കുണുവാവയാണ്, കൂട്ട്നെസ് ഇട്ടങ്ങ് മെഴുകാണ്. കഴിഞ്ഞ ദിവസം ആൾക്കാർ ഇട്ട് കൊടുത്തിരിക്കുന്ന പേരൊക്കെ അറിയാമല്ലോ, ലോട്ടി ചോക്കോപ്പൈ അല്ലല്ലോ, ക്യൂട്ടി ചോക്കോപ്പൈ അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് നെവിനും അവരും ഇവരൊക്കെ ഇട്ട് കൊടുത്തേക്കുന്ന. ബേബി ഡോള്, മറ്റേ ഡോള്, മറിച്ച ഡോളൊക്കെ ആയിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിനെ ചൊല്ലിയിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ രേണുസുതി കയറി വന്നിട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കാര്യത്തെ പറ്റിയിട്ട് ഒന്ന് സംസാരിക്കുന്നത്. എന്റെ ലാസ്റ്റ് ഞാൻ ഇന്ന് രാവിലെ ഇട്ടിട്ടുള്ള നമ്മുടെ ആ ഒരു റോസ്റ്റിംഗ് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രേണുസുതിയുടെ അടുത്ത് അക്ബർ ഖാൻ അങ്ങനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചേക്കുന്ന കാര്യം ഒരിത്തിരി കൂടിപ്പോയി, ഓവറാണ്, അത്രത്തോളമുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല. കാര്യം ഹൗസിനകത്ത് രേണുസുതി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പുറത്തുള്ള കാര്യം വെച്ചിട്ടാണെങ്കിൽ അതിനേക്കാൾ വലിയ പേരുകൾ ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഹൗസിനകത്ത് പുള്ളിക്കാരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഒരു പടുവാഴയെ പോലെ തന്നെ നിൽക്കണം. അപ്പൊ ആ ഒരു പേരിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള പറഞ്ഞായിരുന്നു. അപ്പോഴും രേണുസുതിയുടെ കാര്യം ഏറ്റു പറയുമ്പോഴാണെങ്കിൽ നമ്മുടെ അനീഷ് ഇറിറ്റേറ്റിംഗ് സ്റ്റാർ ആണെങ്കിൽ കൂടി അനീഷിന്റെ കാര്യം അവരാരും എടുത്ത് പറയുന്നുണ്ടായിരുന്നില്ലല്ലോ. കാര്യം അനീഷിനെ വിളിച്ചേക്കുന്നത് ഇതേ സെയിം പേര് തന്നെയല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പിന്നല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അനീഷിന്റെ കാര്യം എന്തുകൊണ്ട് ആരും സംസാരിക്കുന്നില്ല? അത് കഴിഞ്ഞിട്ട് ഇവരെ ഇറക്കിയേക്കുന്ന കുറെ കാർഡുകളുണ്ടായിരുന്നു. വിക്ടിം കാർഡ്, സ്ത്രീ കാർഡ്, അമ്മ കാർഡ്, സിംഗിൾ മദർ കാർഡ്, വിധവാ കാർഡ്, അങ്ങനെ വേണ്ട സകലമാന കാർഡുകൾ. ഇനിയിപ്പോൾ റേഷൻ കാർഡും കൂടെ ഉള്ള അവർ അതിനകത്ത് ഇറക്കാനൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഈ കാർഡുകൾക്കെല്ലാം ശേഷമാണെങ്കിൽ അക്ബർ ഖാൻ ചെന്നിട്ട് ഒരു ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരുന്നു രേണുസുതിയുടെ അടുത്ത്. നമ്മൾ ലാസ്റ്റ് വീഡിയോ സംസാരിച്ചതാണ്. ക്ഷമ ചോദിച്ചതിന് ശേഷമാണെങ്കിൽ രേണുസുതിക്ക് അത് പിന്നെ വിടാനെ കൊണ്ട് തീർന്നിട്ടില്ല. കാര്യം അവർക്കാണെങ്കിൽ അവിടെ വേറെ കണ്ടന്റ് ഒന്നും കൊടുക്കാനില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ സ്ഥാനത്ത് തൂങ്ങി പിടിച്ചാണ് ഇപ്പൊ അവർ കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഞാൻ പ്രതികരിക്കേണ്ടത് അത് എന്റെ വലിയ തെറ്റാണ്. ഓ, ബിഗ് ബോസ് പറഞ്ഞു, നമ്മുടെ വലിയ മുതലാളി പറഞ്ഞുകൊണ്ട് മാത്രമാണ് രേണുസുതി മിണ്ടാണ്ടിരിക്കുന്നത്. കാര്യം ബിഗ് ബോസ് ആണല്ലോ ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത്. അപ്പൊ ഏത് പേര് വേണമെങ്കിലും വിടാം. അനീഷിന് ഇവിടെ ഒരു കുഴപ്പമില്ല, പക്ഷെ രേണുസുതിക്ക് അവിടെ കുഴപ്പമാണ്. നമ്മൾ ആ കാര്യത്തിൽ സംസാരിച്ചു. പക്ഷെ ഇതിപ്പോ വീണ്ടും സോറി പറഞ്ഞതിന് ശേഷം അത് സ്വീകരിക്കാതിരിക്കോ അത് രേണുസുതിയുടെ ഇഷ്ടമാണ്. പക്ഷെ ഇതിനകത്ത് ഈ കാർഡുകൾ ഇറക്കുന്നതാണ് ഇനി നിങ്ങൾ കാണേണ്ടത്. അല്ല, അങ്ങനെയാണെങ്കിലേ നിങ്ങൾ തിരിച്ചാണെങ്കിൽ ഈ വേട്ടപ്പട്ടി എന്ന് അക്ബർ ഖാനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇവരെ ഈ ഒരു പേര് വിളിച്ചു. നമുക്കാണെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാര്യം അവരുടെ ആ ഒരു സമയത്ത് മൊത്തം എക്സ്പ്രഷൻ കണ്ടപ്പോഴാണെങ്കിൽ കൂടി നമുക്കാണെങ്കിലും അയ്യോ എന്നുള്ള സാധനം തോന്നിയിട്ടുണ്ട്. ഓണസ്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പക്ഷെ അതിനുശേഷം ഇവര് വന്നിട്ട് വേട്ടപ്പട്ടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വിളിക്കാതെ ഇവർ ആ ഒരു പ്രതികാരം എന്നോണമാണ് തിരിച്ച് ആ ഒരു പേര് വിളിച്ചത്. അല്ലാതെ നോർമലായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പേര് വിളിച്ചിട്ട് ഈ പറയുന്ന ഒറ്റയ്ക്ക് നടന്ന വരെ രജിത് കുമാറിന്റെ ആ ഒരു സ്കീം PR ടീം പറഞ്ഞു കൊടുത്താണ് ആ ഒരു ടാസ്ക് ഇറക്കാനൊക്കെ ഉണ്ട്. ആ സാധനങ്ങളെല്ലാം അവിടെ കാണിച്ചുകൊണ്ടിട്ട് ഈ ഡ്രാമയും കൂടെ കാണിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കാർഡുകൾ ഇറക്കിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഒപ്പം തന്നെ എല്ലാ ആൾക്കാരും നിന്നേനെ. പക്ഷെ ഇവിടെ നിങ്ങൾ എന്താണ് കാണിച്ചത്? അല്ലല്ല, മുള്ളംപന്നി പോലല്ല സെപ്റ്റി ടാങ്ക്. അപ്പൊ ഈ അനീഷിന്റെ പേരോ അതിനെ പറ്റിയിട്ട് എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ബിഗ് ബോസ് പറഞ്ഞതിന്റെ പേരിൽ മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ വീട്ടിൽ ചോർച്ചയാണ്. ആര് ബിഗ് ബോസ് ആരെന്റെ തന്തയൊന്ന് വന്ന് ചോദിച്ചാലും ചിലപ്പോ രേണുസുതി. ഓ, ഇവരുടെ വർത്താനം കേട്ടിട്ട് പറഞ്ഞത് കുറഞ്ഞു പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാല് ഇവർ അതിനെ വെച്ചിട്ട് എവിടോട്ടൊക്കെ ഈ വലിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നത്? നിങ്ങൾ ഈ ഭാഗം കൊണ്ടല്ലേ നിങ്ങൾക്ക് ചോറുണ്ടെന്ന്. എങ്ങനെ നിങ്ങൾ ഇതുകൊണ്ട് ഈ ഭാഗം കൊണ്ട് ചോറുണ്ടും? കച്ചറ സ്വഭാവോട് ഇറക്കി തുടങ്ങി കേട്ടോ നമ്മുടെ രേണുസുതി. ഇവിടെ ബിൻസി അനുമോളും പറയുന്നത് സഹോദരനെ പോലെ കണ്ടു, അങ്ങനെ ഒരു സ്ഥാനത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ കളിയാക്കാനും മാത്രം ഇട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ടോക്ക് നടക്കാണ്. ഇതിന്റെ ഇടയ്ക്കാണ് അക്ബർ ഖാനായിട്ടുള്ള ഒരു വിഷയത്തിന്റെ ഇടയ്ക്കാണ് രേണുസുതി ഈ സാധനം കയറിയിട്ട് ഇടയ്ക്കൂടെ സ്കോർ ചെയ്യുന്നത് കേട്ടോ.
അനിമോളെ എല്ലാവരും ബാർബി ഡോളെന്നും മറ്റേ ഡോളെന്നും ഒക്കെ വിളിച്ചിട്ട് ആ പേര് ചില പേര് ഇങ്ങനെ ചേർത്ത് അനിമോളെ വിളിക്കുന്നുണ്ടല്ലോ. പക്ഷേ രേണുസുധിനെ ആരും സെപ്റ്റി ടാങ്ക് അവിടെ വിളിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ രേണുസുധി വിളിച്ചില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പേരിടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് രേണുസുധി ഇവിടെ ചോദിക്കുന്നത്. ഇപ്പൊ കേട്ടല്ലോ നിങ്ങൾക്ക് പുറത്ത് കമന്റ് ബോക്സുകളിലും വെളിയിൽ നിന്ന് ഈ ഹൗസിനകത്ത് പോകുന്നതിന് മുന്നേ ആണെങ്കിൽ കേട്ടോണ്ടിരുന്ന പേര് എന്തൊക്കെയായിരുന്നു. വല്ല ബോധം വിവരമുണ്ടോ? അത്രയൊന്നും അക്ബർ ഖാൻ വിളിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴും നോക്ക് കമന്റ് ബോക്സുകളിൽ ആൾക്കാർ പറയുന്നുണ്ട് കുറഞ്ഞു പോയി എന്ന് ആൾക്കാർ നിരന്തരം പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മളെല്ലാവരും പറഞ്ഞു അത് ഇച്ചിരി കൂടിപ്പോയി, അതിന്റെ ആവശ്യമില്ലായിരുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പൊ എനിക്കും തോന്നുന്നു അത് കുറഞ്ഞു പോയി. കാര്യം അമ്മാതിരി കച്ചറ സ്വഭാവമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വഴിയാണ് സ്ത്രീത്വത്തെ ഇത് അപമാനിക്കുന്നത്? ഇത് സ്ത്രീത്വത്തെ അല്ല അപമാനിച്ചേക്കുന്നത്, ഇത് രേണുസുധീനെയാണ് അപമാനിച്ചേക്കുന്നത്. രേണുസുധീന്റെ ഇടയ്ക്ക് കാടുകൾ പിടിക്കുകയാണ് സ്ത്രീത്വത്തെ. ഇതൊക്കെ കാണുന്ന അമ്മമാരായിട്ടുള്ള കുറെ പ്രേക്ഷകരുണ്ടല്ലോ, അവർ കാണുമ്പോൾ പാവം കൊച്ച് വിധവയായിട്ടുള്ളൊരു സ്ത്രീ, ഭർത്താവ് പോലുമില്ല, ആ കുട്ടീനെ ആളുകൾക്കിടയിൽ ഇത്രയും ആൾക്കാർ ഈ ലോകമെമ്പാടും മലയാളികൾ കാണുന്ന ഈ ഒരു ഷോയ്ക്കകത്ത് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു. ഇതിന്റെ കൂട്ടത്തിൽ ആ കുഞ്ഞുങ്ങൾ കാണുന്നതല്ലേ, ആ കുഞ്ഞുങ്ങൾക്ക് ഇതോർത്ത് സങ്കടം ഉണ്ടാവില്ലേ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇവരിനി ഇറക്കും. ഓക്കെ, അതൊക്കെ ആൾക്കാർ കുറെ മണ്ടമരട്ട ആൾക്കാർ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവർ പുറത്ത് കാണിച്ചു കൂട്ടിയതും ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്ര സൈബർ അറ്റാക്ക് വന്നതെന്നുള്ളത് ഇവിടെ ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? സഹായം ചെയ്ത ആൾക്കാരെ മൊത്തം തെറി വിളിച്ച് മറ്റേതും മറിച്ചത് നീ ആരെന്റെ തന്തയോ എന്നൊക്കെ ചോദിച്ചേക്കുന്ന വ്യക്തിയാണ്. ആ സോറി പറഞ്ഞു അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് അക്ബർ ഖാൻ തന്നെ തോന്നി. അതുകൊണ്ട് ആ ഒരു സോറി ഞാൻ തിരിച്ചെടുത്തു. കാര്യം ഇമാതിരി കാർഡുകൾ ഇറക്കി കളിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പൊ എന്തിനാണ് ആ ഒരു സോറിയുടെ ആവശ്യമില്ലടെ? അവരത് അർഹിക്കുന്നില്ല, അവരത് വെച്ചിട്ട് നല്ല കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. അതാണ് ബാക്കി ഹൗസിലുള്ള ആൾക്കാരെല്ലാം പറയുന്നുണ്ട്, സ്ത്രീത്വത്തെ അപമാനിച്ച് ഇത്തരം കാർഡുകൾ ഇറക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. അത് പോയിന്റ് കേട്ടോ. സംഭവം അഭിശ്രീയുടെ പല ഗെയിമിനോട് എനിക്ക് താല്പര്യമില്ലെങ്കിൽ, അതായത് ഈ ഡോക്ടർ റോബിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നതാണെങ്കിലും ഇത് പറഞ്ഞത് പോയിന്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ അനീഷിനെ ഇപ്പം രേണുസുധീനെ ഇങ്ങനെ ഒരു സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെങ്കിൽ, ഇവർ ആദില നൂറെ ആണെങ്കിൽ ഇവരെ ഈ അനീഷിനാണെങ്കിൽ അപ്പി എന്ന് വിളിച്ചപ്പോഴത്തേക്കും അത് പുരുഷത്തെ അപമാനിക്കുന്ന ഒരു കാര്യമല്ലേ? ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അനീഷ് ഈ കാര്യങ്ങൾ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നില്ല? സംഭവം അവിടുത്തെ ആ ഒരു സീസൺ 7 ഈ ഒരു ഹൗസിലാണെങ്കിൽ ഇറിറ്റേറ്റിംഗ് സ്റ്റാർ ആണെങ്കിൽ കൂടി അയാൾ ഒരു കണ്ടസ്റ്റന്റ് അല്ലേ, അയാൾക്കും ഇതേ സാധനം തോന്നുന്നുണ്ട്. പക്ഷെ അയാൾ അതിനെ വളരെ സ്പിരിറ്റോട് കൂടി തന്നെയാണ് എടുത്തേക്കുന്നത്. ഇവര് രേണുസുധി എന്താണ് അത് വെച്ചിട്ട് സെന്റിക്കാർഡ് മറ്റേ കാർഡ് മറിച്ചേ കാർഡൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അല്ല, അത് പുരുഷത്തെ അപമാനിച്ച കാര്യങ്ങളൊന്നുമല്ല. അതേപോലെ തന്നെ ഇത് സ്ത്രീത്വത്തെ അപമാനിച്ചതേ അല്ല. കുറെ മണ്ടന്മാരായിട്ടുള്ള ഈ സീരിയലിന്റെ അഡിക്റ്റ് ആയിട്ടുള്ള കുറെ പ്രേക്ഷകരുണ്ട്. അവർ കുറെ ആൾക്കാർ ഇതിന്റെ പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ ലൈവിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാത്തതുകൊണ്ട് തന്നെ ഇത് കേട്ടിട്ടാണെങ്കിൽ അയ്യോ പാവട നമ്മുടെ രേണുസുധിനെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് അവരങ്ങനെ മാനിപ്പുലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാം മനസ്സിലാക്കണം. നിങ്ങൾ ഇടയ്ക്കൊക്കെ യൂട്യൂബിലോട്ട് കയറി വരണം, എന്നാലേ നിങ്ങൾക്ക് ഇതിനകത്തുള്ള സത്യാവസ്ഥ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് അക്ബർ ഖാനും നമ്മുടെ അപ്പാനി ശരത്തോടൊക്കെ ആണെങ്കിൽ എന്നിട്ട് ആദില നൂറ ഇവരുടെ അടുത്താണെങ്കിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളോടുണ്ട്. ഞാൻ എന്റെ ഉമ്മയെ പിടിച്ച് സോറി പറയാൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ആ സോറി പറഞ്ഞത്. എനിക്കും ഒരു ഉമ്മയുണ്ട്. ഞാൻ ഒരു സ്ത്രീയെയും അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തരത്തിലും ഞാൻ അങ്ങനെ അവഹേളിക്കാനായിട്ട് പറഞ്ഞതല്ല. ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരു ഫൺ എന്നുള്ള രീതിയിൽ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചു. പക്ഷെ അത് പറഞ്ഞതിന് ശേഷമാണ് എനിക്കും തോന്നിയത് അതൊരല്പം കടന്നുപോയല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഉമ്മയെ പിടിച്ച് ഞാൻ സോറി പറഞ്ഞത്. അല്ലാതെ ഒരു നിസ്സാര കാര്യത്തിന് ഞാൻ എന്റെ ഉമ്മയെ വലിച്ചിട്ടില്ല അവിടെ. എന്നിട്ടും ആ ഒരു വിഷയം വീണ്ടും അവർ പറയുന്നത് ഇത് അവരുടെ ഗെയിമിന്റെ ഭാഗമാണ് എന്നാണ് നമ്മുടെ അക്ബർ പറയുന്നത്. അപ്പാനി ശരത്ത് നമ്മുടെ നൂറയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് ഉള്ള കാര്യമാണ് അല്ലെ, ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പം അമ്മേനെ വിളിച്ച് തന്നെ സോറി അക്ബർ ഖാൻ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കിന് അക്ബർ ഖാൻ ചെയ്തേക്കുന്ന ഒരു തെറ്റ് തന്നെയാണ്. കാര്യം കുറച്ച് അധികമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം അത് കണ്ടപ്പോൾ നമുക്കാണെങ്കിൽ അയ്യോ തോന്നിപ്പോയ ഒരു കാര്യം തന്നെയാണ്. അവിടെ അക്ബർ ഖാൻ ആത്മാർത്ഥമായിട്ടൊരു ക്ഷമ ചോദിച്ചു അല്ലെ. അത് സ്വീകരിക്കോ സ്വീകരിക്കാതിരിക്കോ രേണുസുധയുടെ ഇഷ്ടമാണ്. പക്ഷേ അത് വെച്ചിട്ട് ഈ കാർഡുകൾ ഇറക്കി കളിക്കുന്നത് നമുക്ക് ഒരു രീതിയിലും വെച്ച് കുറിപ്പിക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ്. ഒരു വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അച്ഛനോ അമ്മയോ ഒക്കെ ഇല്ലാതാവുമ്പോഴുള്ള വേദനയെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അമ്മ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ വിധവയായ ഒരു സ്ത്രീയാണ്. ഞാൻ ഒരിക്കലും ഒരു വിധവയെ ആ തരത്തിൽ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്ന ഒരാളെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഇത് വിധവയെന്നോ സ്ത്രീയെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ബിഗ് ബോസ് തന്നൊരു ടാസ്കിലാണ് അക്ബർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്ബർ പറഞ്ഞത് കൂടിപ്പോയെന്ന് അവനും തോന്നി, എനിക്കും തോന്നി. ഞാനും അത് അവന്റെ അടുത്ത് പറഞ്ഞു. ഞാനും കൂടി ഉള്ളപ്പോഴാണ് അവൻ പോയിട്ട് രേണുസുധിയുടെ അടുത്ത് സോറി പറഞ്ഞത്. അത് ഉമ്മയെ പിടിച്ച് സോറി പറഞ്ഞത്. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും രേണുസുധി അതിവിടെ എടുത്തിടുന്നത് അവരുടെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുകയാണ് എന്നാണ് സംഭവം. അപ്പാനി ശരത്താണെങ്കിൽ മറ്റേ ഗ്രൂപ്പ്സ് ഒക്കെ വെച്ചിട്ട് വേറൊരു ഗെയിം, ആ ഗെയിമിനോട് എനിക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ കൂടി ഇവർ ഈ പറഞ്ഞേക്കുന്ന കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ഒക്കെയാണ്.
ഇവരായിട്ട് തന്നെ നിന്നുണ്ടല്ലോ, ജെനുവനായിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാൻ ഈ ഒരു ഷോ കാണാൻ രസം ഉണ്ടായിരിക്കും. പക്ഷേ ഇവര് അപ്പാനിശാരിതം ഇവര് മാങ്ങ തേങ്ങ ചക്ക ടീംസ് എല്ലാം കൂടെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത വഴക്കും കാര്യങ്ങളൊക്കെ. ഇതുപോലെ ജെനുവനായിട്ട് നിങ്ങൾ നിന്നിട്ട് ഈ പറഞ്ഞ കാര്യം കറക്റ്റ് കാര്യമല്ലേ, ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക, ഗെയിം മുന്നോട്ട് കളിച്ചു കഴിഞ്ഞാൽ കാണാനെങ്കിലും കുറച്ച് രസം ഉണ്ടായിരിക്കും. എല്ലാ കണ്ടസ്റ്റന്റും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണിത്. എല്ലാവരും മുടിഞ്ഞ ഡ്രാമയാണ്. പിന്നെ രേണുസുതി എന്റെ പൊന്നോ, എങ്ങനെ താങ്ങൂടെ. പക്ഷെ എന്തായാലും രേണുസുതി ഇങ്ങനെ ഇറങ്ങണം, കളത്തിലോട്ട് ഇറങ്ങണം, എല്ലാവരും മനസ്സിലാക്കണം ഇവരുടെ കോണം. ഇവരെന്നെ കഴിഞ്ഞ ദിവസം അഭിശ്രീയുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഈ ക്യാമറയുടെ മുന്നിൽ നമുക്ക് എത്ര നാളെന്ന് പറഞ്ഞാൽ ഫേക്ക് ചെയ്യാൻ പറ്റുന്നത്, 2 ആഴ്ച കഴിഞ്ഞാൽ എന്റെ തനിക്കോണം ഞാൻ പുറത്തെടുക്കും എന്നൊക്കെ നമ്മുടെ രേണുസുതി പറഞ്ഞിരുന്നു. അതെടുക്കണം, അതെടുത്ത് എല്ലാ ആൾക്കാരും ഈ പെണ്ണുമ്പിള്ള എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവണം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ബിന്നി സെബാസ്റ്റ്യനും ഉനിയൽ സാബും കൂടെ തമ്മിൽ ചെറിയൊരു വഴക്ക് കിച്ചണിൽ വെച്ചിട്ടുണ്ടാകുന്നുണ്ട്. ഈ ഇച്ചിമുള്ളി പറഞ്ഞ കേസൊക്കെ വെച്ചിട്ടാണ് ഇവർ അതിനകത്ത് വെച്ച് വഴക്കുണ്ടാകുന്നത്. അത് പിന്നീട് കുറച്ച് സീരിയസ് ആയിട്ട് പോവുകയാണ്. ഉനിയൽ സാബു കഴിഞ്ഞ ദിവസം തൊട്ടാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചാൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാനെ കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തോ നീ കൊണച്ച ഡയലോഗ് പറയണമെന്നോ എങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നല്ല രീതിയിലാണെങ്കിൽ നമ്മുടെ ബിന്നി സെബാസ്റ്റ്യൻ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്, തിരിച്ച് ഓരോന്ന് പറയും. അങ്ങനെ കുറച്ച് ക്ലാഷും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ സംഭവിച്ചേക്കുന്നത്. എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറയാം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ മറ്റേ ബിഗ് ബോസ് എപ്പിസോഡ് റോസ്റ്റിംഗിന്റെ ഇനിയുള്ള എപ്പിസോഡ് ഇനി നമ്മൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ലാസ്റ്റുള്ള വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ ചെയ്യുകയാണെങ്കിലും നമ്മുടെ സെക്കൻഡ് ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ശരി, ബൈ.